ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ശകലം ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു 5 പീസ് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഞാൻ വറ്റൽമുളക് ഇട്ടേക്കുന്നത്, ഒരു വറ്റൽമുളക് അതിൻ്റെ കൂടെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് റവ, നെയ്യ്, കടുക്, ഉപ്പ്, ഇത്രയും മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. വെള്ളം തിളപ്പിക്കാൻ വെച്ചു, അത് തിളച്ചോട്ടെ. നമുക്ക് ഇനി വേണ്ടത് ചീനിച്ചട്ടി വെച്ചിട്ട് കുറച്ച് ശകലം നെയ്യ് ഒഴിക്കാം. വെളിച്ചെണ്ണ ആയാലും മതി, ഞാൻ ഇപ്പോൾ ഒരു ശകലം നെയ്യാണ് ഒഴിക്കുന്നത്. ഇട്ടിട്ടുണ്ട്. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കടുക് അതിലോട്ടിടാം. കടുക് ഇടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാവോ, ഒന്ന് അടച്ച് വെച്ചാൽ എന്നാൽ അത് പൊട്ടിത്തെറിക്കും മേത്തല്ല. അത് ഒഴിവാക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ചു. ഓക്കെ, ഈ തിളയ്ക്കാൻ വെച്ച വെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ ഉപ്പ് കറക്റ്റായിട്ട് നമുക്ക് എല്ലാത്തിലും ചേരും. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്കിനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇടാം. ഉള്ളി ഒന്ന് വഴഞ്ഞിട്ട് നന്നായിട്ട് ഉള്ളി ചുമന്ന് വരുന്നത് വരെ ഇളക്കണം. വെള്ളം തിളച്ചിട്ടുണ്ട്, അത് ഓഫ് ചെയ്തു. ഉള്ളി ഒന്ന് ചുമന്ന് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ നെയ്യ് ഒഴിച്ചെങ്കിലും വെളിച്ചെണ്ണ മതി. ഞാൻ ഇപ്പം നെയ്യ് ഒഴിച്ചത് ഇതിൽ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ടാകും. അത് പതുക്കെ പറയാം. അതിപ്പം ഓരോത്തിനും ഓരോ ടേസ്റ്റ് അല്ലേ, നെയ്യുടെ ടേസ്റ്റ് മതി നമുക്ക്. ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ, കാരണം എരിവ് അനുസരിച്ച് പച്ചമുളക് വേണ്ടവർക്ക് അതിടാം. ഞാൻ ഇപ്പം ഇതാണ് ഇട്ടത്. ഓക്കെ, ഉള്ളി ചുമന്നു. ഇനി അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുത്ത്, 1 കപ്പ് റവ ഇത്ര മതി. ഇളക്കി റവ ഒന്ന് ചുമന്ന് വരുമ്പം ഒന്ന് ചൂടായാൽ മതി. റവ ഒരുപാട് മൂക്കണ്ട, വേഗം ഉണ്ടാക്കാം കേട്ടോ. ഇനി ഈ റവയിലോട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇളക്കണം, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കണം. ഓക്കെ, ഇങ്ങനെ ഇളക്കി ആവശ്യത്തിന് വെള്ളമാണെന്ന് തോന്നുമ്പോൾ നിർത്തിയാൽ മതി. റവ ഒന്ന് വേകാനുള്ള വെള്ളം. ഉപ്പ് അതിലിട്ടത് കൊണ്ട് നമുക്ക് ഉപ്പ് എല്ലാത്തിലും ഒന്നുപോലെ ചേർന്നോളും. നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ വേഗം ശകലം ഉണ്ടാക്കുന്നതാണ്. വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് നമുക്കുണ്ടാക്കാം. കറിവേപ്പില വേണമായിരുന്നു കേട്ടോ, കറിവേപ്പില ഇല്ല, അതുകൊണ്ട് കറിവേപ്പില ഇട്ടില്ല. അതിനകത്തോട്ട് നമുക്ക് ചിരകിയ തേങ്ങ ഇടാം. തേങ്ങ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ചേർത്തു. എല്ലാവരും ചെയ്ത് നോക്കണേ. റെസിപ്പി ഇഷ്ടമായെങ്കിൽ പറയണം. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കഴിച്ചിട്ട് പറയണം. ഓക്കെ, അപ്പോൾ ഉപ്പുമാവായല്ലോ. ഞാൻ ഇതിനെ ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ചേക്കാം. തീ ഓഫ് ചെയ്തു. തേങ്ങ ഇട്ട് ശകലം കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായം പറയണം.